ദീപ്തം ശ്രീനിവാസം. മലയാള സിനിമയുടെ സ്ത്രീത്വം ഇനി തിളക്കമാർന്ന ഓർമ്മ. ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കരയിപ്പിച്ചും ആസ്വാദകരെ ആവോളം അനുഭവിപ്പിച്ച പ്രതിഭയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. ഒഴുകിയെത്തിയ ആസ്വാദക ലോകത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി മലയാളത്തിൻ്റെ പ്രിയ നടൻ അവസാന യാത്ര ചൊല്ലി. സിനിമയുടെ പരമ്പരാഗത സങ്കല്പങ്ങളെ പൊളിച്ചെഴുതിയ സൃഷ്ടികൾ. കഥയൊരുക്കിയും തിരക്കഥയൊരുക്കിയും സംവിധാനം ചെയ്തും നിർമ്മിച്ചും അനശ്വരമാക്കിയ എത്രയെത്ര സിനിമകൾ. ശ്രീനിവാസൻ എന്ന പേര് സിനിമയുടെ തലവര തന്നെ നിർണയിച്ച എണ്ണമറ്റ സൃഷ്ടികൾ. സോക്കോൾഡ് നായക പരിവേഷങ്ങളെ പൊളിച്ചെഴുതിയ കഥയും കഥാപാത്രങ്ങളും. കടും നിറങ്ങളിൽ മുങ്ങിയ സിനിമാ ശൈലികളെ ഒരു വശത്തേക്ക് മാറ്റി ഇടത്തരക്കാരൻ്റെ വ്യഥകളും മധ്യവർഗക്കാരൻ്റെ ആശങ്കകളും പങ്കുവച്ച ചലച്ചിത്ര ഭാഷ്യങ്ങൾ. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന ഗ്രാമത്തിൽ നിന്നും സിനിമാ മോഹവുമായി ചെന്നൈയിലേക്ക് എത്തുമ്പോൾ നാടകം തന്ന കരുത്തു തന്നെയായിരുന്നു കൈമുതൽ. 1976 പുറത്തിറങ്ങിയ പി എ ബക്കറിൻ്റെ മണിമുഴക്കത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം. 1979 പുറത്തിറങ്ങിയ സംഘഗാനത്തിലൂടെ ആദ്യമായി ശ്രദ്ധേയ വേഷത്തിലും. 1984 പുറത്തിറങ്ങിയ ഓടരുതമ്മാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെ കഥയുടെ കാമ്പുമായി വരവറിയിച്ചു. പിന്നീട് ഹിറ്റായും സൂപ്പർ ഹിറ്റായും മെഗാ ഹിറ്റായും മാറിയ എത്രയെത്ര സിനിമകൾ. സന്മനസ്സുള്ളവർക്ക് സമാധാനം, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ചമ്പക്കുളം തച്ചൻ, അഴകിയ രാവണൻ, സന്ദേശം, ഒരു മറവത്തൂർ കനവ്, ടി.പി. ബാലഗോപാലനുമേ, അയാൾ കഥയെഴുതുകയാണ്, ഒടുവിൽ ഞാൻ പ്രകാശൻ. കഥയായും തിരക്കഥയായും ഭാഷകൾക്കപ്പുറം പ്രേക്ഷകർ വാഴ്ത്തിയ സിനിമകൾ. അന്നെന്തിനാ ഇത്രയും നാണിച്ചത്? അത് ഞാനായിരുന്നില്ലേ? ശോഭയുടെ ദിനേശേട്ടനായിരുന്നില്ലേ? ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവൻ്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ. 1981 പുറത്തിറങ്ങിയ സന്ദേശത്തിലില്ലാത്ത രാഷ്ട്രീയമെന്ത്? ഇന്നും കഥയും കഥാപാത്രങ്ങളും കഥാപരിസരവും നമുക്ക് ചുറ്റുമുണ്ട്. IMF നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. ഒരു വടക്കുനോക്കി യന്ത്രവും ചിന്താവിഷ്ടിയായ ശ്യാമളയും. സംവിധായകന്റെ ക്രാഫ്റ്റ് അടയാളപ്പെടുത്തിയ സംവിധാന സംരംഭങ്ങൾ. ഇന്നും അനുകരിക്കാൻ കഴിയാത്ത മികവിന്റെ ആവിഷ്കാരം. നിർത്തു, എനിക്ക് പോകാതെ പറ്റില്ല മക്കളെ. നിങ്ങൾക്ക് എന്നെ വേണം, പക്ഷെ നിങ്ങളുടെ അമ്മ എന്നോട് പോകണ്ടെന്ന് പറയുന്നില്ലല്ലോ. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയിലെ എം.എ. ധവാൻ, പൊന്മുട്ടയിടുന്ന താറാവിലെ തട്ടാൻ ഭാസ്കരൻ, നാടോടിക്കാറ്റിലെ വിജയൻ, വടക്ക് നോക്കി യന്ത്രത്തിലെ തളത്തിൽ ദിനേശൻ, ചിദംബരത്തിലെ മുനിയാണ്ടി, തേന്മാവിൻ കൊമ്പത്തിലെ അപ്പക്കാള. ഇങ്ങനെ ആസ്വാദക ലോകം നെഞ്ചോട് ചേർത്ത് വെച്ച എത്രയെത്ര കഥാപാത്രങ്ങൾ. ഇനിയില്ല എഴുത്തിൻ്റെ കരുത്ത്. കുടുകുടെ ചിരിപ്പിക്കാനും ആവോളം രസിപ്പിക്കാനും ശ്രീനിവാസൻ എന്ന അതുല്യ കലാകാരൻ നമുക്കൊപ്പമില്ല. പക്ഷേ ആസ്വാദകരുള്ളിടത്തോളം അടയാളപ്പെടുത്തും ആഘോഷങ്ങളും ആരവങ്ങളും സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ സിനിമകൾ.